പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൽ വിളയിച്ചതാണ്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു കപ്പ് അവലുണ്ട്. ഏകദേശം ഒരു 1/4 കിലോളം ഉണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ശർക്കര. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, നല്ലപോലെ ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ചില പൊടിയൊക്കെ ഒന്ന് മണ്ണിലേക്ക് ഒന്ന് പാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് വെച്ചേക്കുന്ന ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ശർക്കരയിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരിയത്. ഈ തേങ്ങ നല്ലപോലെ നമുക്ക് ഇതിനകത്തൊന്ന് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. ചെറിയ തീയിൽ ശർക്കര പാനിയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശർക്കര പാനിയിലെ വെള്ളമൊക്കെ കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചെടുക്കണം. നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റട്ടെ. ഇതിന് ശേഷം നമുക്ക് അവൽ ചേർക്കാം. ഒക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അവൽ വീതം നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കും. ചെറിയ രീതിയിലിട്ട് കുറേശ്ശെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവലെല്ലാം നമ്മൾ ഇതിനകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഏറ്റവും കുറച്ച് വെക്കണം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്ത് ചേർക്കാനുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വറുത്തിടാം. അപ്പോൾ നമുക്കതിൽ കുറച്ച് സാധനങ്ങൾ വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ശകലം ഒഴിച്ചേക്കാം. ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല, കുറച്ച് കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ഏത് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സമയത്തൊരു 1/4 ടീസ്പൂൺ അളവിൽ എള്ളാണിത്. എള്ളിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യും. ഈ അവലിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചാണ് പഞ്ചസാര ചേർത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കാം. അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ടങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ
ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഇതുവരേക്കും ബൈ.